ഇന്ത്യയിൽ ചെങ്കോട്ടയ്ക്ക് സമീപം നടന്ന ഭീകരാക്രമണത്തിൽ രാജ്യം ഒന്ന് ഞെട്ടി. പക്ഷേ അതിൽ നിന്ന് ഇന്ത്യ സടകുടഞ്ഞെഴുന്നേൽക്കുകയാണ് പിന്നീടുണ്ടായത്. പക്ഷേ ഇന്നലെ കേൾക്കുന്നു, പാകിസ്ഥാനിൽ ഇസ്ലാമാബാദിൻ്റെ ജില്ലാ കോടതിക്ക് സമീപത്ത് സ്ഫോടനം നടന്നു, 9 പേർ മരിച്ചു. മരിച്ചതിലേറെ പേരും വക്കീലന്മാരാണ്. 21 പേർക്ക് പരിക്കേറ്റു. ഇതിൻ്റെ പാപഭാരം ഇന്ത്യക്ക് മേൽ കെട്ടിവെക്കാനാണ് പാകിസ്ഥാൻ ഇപ്പോൾ നോക്കുന്നത്. പക്ഷേ ഇന്ത്യ ശക്തമായ രീതിയിൽ തിരിച്ചടിച്ചിരിക്കുകയാണ്. തങ്ങളല്ല ഇതിന് ഉത്തരവാദികൾ, ഇത് പാകിസ്ഥാൻ തന്നെ വരുത്തിവെച്ച വിനയാണ്. കാരണം ഇന്ത്യക്ക് പാകിസ്ഥാനുമേൽ ഭീകരാക്രമണം നടത്തേണ്ട കാര്യമില്ല. ഇന്ത്യക്ക് വേണമെങ്കിൽ ഇന്ത്യക്ക് നല്ല രീതിയിൽ ഒരു സായുധാക്രമണം നടത്താനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇന്ത്യയിൽ ലഭ്യമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തികളിൽ ഒന്നായ ഇന്ത്യക്ക് പാകിസ്ഥാനുമേൽ എന്തിന് ഭീകരാക്രമണം നടത്തണം? നാളിതുവരെയുള്ള ക്രമങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ തന്നെ നമുക്ക് അറിയാം. നാളിതുവരെയുള്ള ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ തന്നെ നമുക്ക് ഇത് ബോധ്യമാകുന്നതാണ്. സ്വതന്ത്രാനന്തര ഭാരതത്തിൽ ഇത്രത്തോളം വലിയ ഭീകരാക്രമണങ്ങളാണ് പാകിസ്ഥാൻ ഇതിന് മുന്നേയും നടത്തിയിട്ടുള്ളത്. എന്നാൽ ഇന്ത്യ ഏതെങ്കിലും ഒരു കാലത്ത് ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു ആക്രമണം നടത്തിയിട്ടുണ്ടോ? ഡേറ്റ വെച്ച് പരിശോധിച്ചാൽ ഒന്നും തന്നെ ഇല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. പക്ഷേ അവിടെ റോയുടെ മികച്ച ഉദ്യോഗസ്ഥർ പാകിസ്ഥാനിലെമ്പാടുമുണ്ട്. രാഷ്ട്രീയമായി പാകിസ്ഥാനെ നേരിടുന്നതിന്, പാകിസ്ഥാൻ നടത്തുന്ന ക്രൂരതകൾക്കെതിരെ പെരുമാറുന്നതിന്, ബംഗ്ലാദേശിനോട് ഒരു കാലത്ത് നടത്തിയ ക്രൂരത പോലെ തന്നെയാണ് പാകിസ്ഥാൻ്റെ ഒരു ഭാഗമായിരുന്ന ബംഗ്ലാദേശ്. ആ കാലത്ത് പാകിസ്ഥാനിലെ ആ പ്രവശ്യയ്ക്ക് നേരെ നടത്തിയ ഒരു ക്രൂരതയ്ക്ക് പോലെ തന്നെയാണ് ഇന്ന് ബലൂചിസ്ഥാനികൾക്ക് നേരെ പാകിസ്ഥാൻ നടത്തുന്നതും. അത്തരം ഒരു ആക്രമണം എന്ന് തന്നെ പറയേണ്ടി വരും. സ്വന്തം രാജ്യത്തിനെതിരെ പാകിസ്ഥാൻ നടത്തുന്ന അത്തരം ഒരു ആക്രമണത്തിൽ ഇരയായ മനുഷ്യർക്ക് എന്തുമാത്രം പകയുണ്ടാകും പാകിസ്ഥാന് നേരെ? അതുപോലെ തന്നെയാണ് അഫ്ഗാനിസ്ഥാനും പറയാനുള്ളത്. ദക്ഷിണേഷ്യയിൽ പാകിസ്ഥാൻ നടത്തുന്ന ഇത്തരം കൊടും ക്രൂരതകൾക്ക് കിട്ടിയ പാപ പരിഹാരമാണ് പാകിസ്ഥാന് നേരെ കിട്ടിയ ആക്രമണം എന്ന് പറയേണ്ടി വരും. അതിന് നിങ്ങൾ ഇന്ത്യയെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. നിങ്ങളുടെ ചെയ്തികളെയാണ് നിങ്ങൾ കുറ്റം പറയേണ്ടത്. അല്ലാതെ ഭാരതം എല്ലാ കാലത്തും ലോകത്തിൽ വളരെ കൃത്യമായ ദിശയിൽ, കൃത്യമായ രീതിയിൽ മാത്രമേ പ്രതികരണങ്ങൾ നടത്തിയിട്ടുള്ളൂ. തങ്ങളുടെ ജനാധിപത്യത്തിന് യോജിച്ച രീതിയിൽ. ഇന്ത്യ ഒരു മതരാഷ്ട്രമല്ല, അതുതന്നെയാണ് അതിനു കാരണം. സാഗ് ന്യൂസ്, തിരുവനന്തപുരം. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.